സായി സച്ചരിതം ഹേമദ് പന്ത്. ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. ശ്രീസായീശ്വരന്റെ അത്ഭുതലീലകൾ കണ്ടും കേട്ടും എന്റെ ഹൃദയം പ്രേമപൂർണമായി ആ ആനന്ദധാര രൂപം കൊണ്ടതാണീ ഗ്രന്ഥം. ഇഹലോക ദുഃഖത്തിനുള്ള ഒരേയൊരു മരുന്ന് ഈശ്വരകഥകൾ കേൾക്കുകയാണ്. സായീശ്വരന്റെ വിസ്മയലീലകൾ കേൾക്കുന്നത് ആനന്ദകരവും ആശ്ചര്യകരവുമായിരിക്കും. കഥ കേൾക്കുന്നവരുടെ പാപങ്ങൾ ദഹിച്ചുപോകും. പക്ഷേ ഒരു ഋഷിയുടെ ജീവിതമെഴുതുക എന്നത് അതിസാഹസം. ഋഷിക്കു മാത്രമേ മറ്റൊരു ഋഷിയെ അറിയാനാകൂ. ഞാനോ പാമരൻ, അടുത്ത സുഹൃത്തുക്കളെപ്പോലും വേണ്ടവിധം മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്തവൻ. ഞാനെങ്ങനെ അവതാരത്തിന്റെ മാഹാത്മ്യം കീർത്തിക്കും? വേദങ്ങൾ പോലും മടിച്ചു നിൽക്കുന്ന ഇക്കാര്യത്തിൽ ഞാനെങ്ങനെ അവതാരചരിതം വിവരിക്കും? സപ്തസാഗരങ്ങളിലെ ജലം അളക്കാൻ കഴിഞ്ഞേക്കാം, ആകാശം വസ്ത്രം കൊണ്ടു മൂടാനും സാധിച്ചേക്കും. പക്ഷേ ഒരു ഋഷിയെ മനസ്സിലാക്കുക അസാധ്യം. മഹാപ്രഭോ, സായീശ്വരാ, കരുണ ചൊരിഞ്ഞാലും അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ടുമാത്രമേ ഈ ഉദ്യമം നിറവേറൂ. അവിടത്തെ അവതാരമഹിമ പാടാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഈ വലിയ കാര്യത്തിന് ഞാൻ ശ്രമിച്ചാൽ ലോകം എന്നെ പരിഹസിക്കും. അങ്ങ് അതിൽ നിന്നും എന്നെ രക്ഷിച്ചാലും ഇല്ല. ഞാൻ ഋഷിമാരുടെ ജീവിതകഥ എഴുതുവാൻ ഈശ്വരൻ പ്രിയപ്പെട്ടവനാണെന്ന് ജ്ഞാനേശ്വരൻ അരുളിയിട്ടുണ്ട്. ഈ അമൃതകഥ എഴുതാനുള്ള പ്രചോദനം എനിക്ക് നൽകിയത് അവിടുന്ന് തന്നെയല്ലേ? ഞാൻ മന്ദമതിയെങ്കിലും അങ്ങയുടെ കാര്യം ഞങ്ങൾ ഭംഗിയായി എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യിക്കണമെന്ന് അവിടുന്നതേക്കറിയാം. ഏതു രീതിയിലാണോ സാധകൻ തന്നെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടം ഭക്തന്മാരെക്കൊണ്ട് സേവനം ചെയ്യിക്കുന്നതും അവിടുന്ന് തന്നെ. പിന്നെ ഞാനെതിനു ഭയക്കണം? ഞാൻ സുരക്ഷിതൻ തന്നെ. ഋഷീശ്വരൻ പ്രചോദനമേകുന്നതോടെ ഭക്തൻ പണിയായുധമായി മാറും. അങ്ങനെ അക്കാര്യം വിജയത്തിൽ കലാശിക്കും. ഇതിന് ഉദാഹരണങ്ങൾ അനവധി. ശകവർഷം 17-ാം നൂറ്റാണ്ടിൽ മഹീപതി ഇങ്ങനെ ഋഷീശ്വരന്മാരാൽ പ്രചോദിതനായി അവരുടെ ചരിതമെഴുതി. അത് സജ്ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ ദാസഗണവിന് ഋഷിചരിതമെഴുതാൻ പ്രേരണയുണ്ടായി. ആ സേവനവും ഋഷിമാർ സ്വീകരിച്ചു. ഭക്തവിജയം, സന്തവിജയം, ഭക്തലീലാമൃതം, സത്കഥാമൃതം ഈ 4 ഗ്രന്ഥങ്ങൾ ദാസഗണു രചിച്ചതാണ്. ആധുനിക ഋഷിമാരുടെ ജീവിതചരിതമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭക്തലീലാമൃതം, സത്കഥാമൃതം എന്നീ ഗ്രന്ഥങ്ങളിൽ സായീശ്വരന്റെ അതിമധുരമായ പുണ്യകഥകളും അവിടത്തെ സന്ദേശങ്ങളും ഇമ്പമായി വിശദീകരിച്ചിരിക്കുന്നു. പ്രിയ സജ്ജനങ്ങളെ, ഇതെല്ലാം വായിച്ചാലും ശ്രീമതി സാവിത്രിബായി രഘുനാഥ് ടെൻഡുൽക്കർ സായിബാബയുടെ അത്ഭുതലീലകൾ എന്ന് ചെറിയൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആമിദാസ് ഭോനിമേഷ ഗുജറാത്തിയിൽ സായി കഥകൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ സായി പ്രഭു എന്ന പേരിൽ ബാബയുടെയൊരു ലീലാകഥാസമാഹാരം സായി ഭക്തന്മാർ പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ സായിയെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഉണ്ട്. ഇനി എന്തിനീ പുതിയൊരു സായിചരിതമെന്ന് വായനക്കാർക്ക് തോന്നാം. അത് സ്വാഭാവികം. അതിനുള്ള ഉത്തരം അതിലളിതം. കേൾക്കൂ, സായി ഈശ്വരന്റെ ജീവിതം സാഗരതുല്യം. അത് അനന്തം. ആ സമുദ്രത്തിൽ മുങ്ങിത്തപ്പുന്ന ആർക്കും ജ്ഞാനവും ഭക്തിയുമാകുന്ന അമൂല്യരത്നങ്ങൾ ലഭിക്കും. താൽപ്പര്യമുള്ളവർക്ക് അത് വാരി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാം. സായി ഈശ്വരന്റെ ഉപദേശങ്ങളും കഥകളും അത്യന്തം വശീകരണ ശക്തിയുള്ളതാണ്. അത് കേൾക്കുന്ന ജനങ്ങളുടെ വിശപ്പും ദാഹവും ദുഃഖവും അകലും. മനസ്സ് ശാന്തിപൂർണമാകും. ലൗകിക ക്ലേശങ്ങളിൽ നിന്നും മനസ്സ് ഈശ്വരചിന്തയിലേക്ക് ഒഴുകും. വേദോപമാനാണ് സായി ഈശ്വരന്റെ അമൃതവചനങ്ങൾ. അത് കേട്ട് മനനം ചെയ്യുന്നവർക്ക് സാധിക്കാത്തതായി യാതൊന്നുമില്ല. മാത്രമല്ല, ഈശ്വര സാക്ഷാത്കാരം വരെ ലഭിക്കും. അതിനാൽ സായിനാഥന്റെ കഥകൾ സമാഹരിക്കാനും എഴുതാനും ഞാൻ തീരുമാനമെടുത്തു. മാത്രമല്ല, ഇനി അതിനുവേണ്ടി മാത്രമാണ് എന്റെ ജീവിതം. സായി ഈശ്വരനെ നേരിട്ട് കാണാനും കേൾക്കാനും ഭാഗ്യം ലഭിക്കാത്തവർക്ക് ഈ ഗ്രന്ഥം ആനന്ദമേകും. ഈവിധ ചിന്തകളാൽ ഞാൻ ഓരോ സംഭവങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അതിനായി എനിക്ക് ബുദ്ധിയേകിയതും സായി ഈശ്വരൻ തന്നെ. ഇനി ഗ്രന്ഥരചനയ്ക്ക് ബാബയുടെ അനുവാദവും അനുഗ്രഹവും അത്യാവശ്യം. നേരിട്ട് ചോദിക്കാൻ എനിക്ക് ഭയം. ബാബയുടെ അടുത്ത ഭക്തനാണ് ശ്യാമ മാധവരാവു ദേശ്പാണ്ഡെ. എന്റെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആരുമില്ലാത്ത ഒരു സമയം അദ്ദേഹം ബാബയോട് ഇക്കാര്യം ഉണർത്തിച്ചു. ബാബ, ഈ അന്നാസാഹേബ് ദാഭോൽക്കർ അവിടുത്തെ ദിവ്യജീവിതചരിതം എഴുതാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് തടസ്സം പറയരുത്. ഞാൻ ഭിക്ഷാംദേഹിയാണെന്നും യാചകന്റെ ചരിതമെഴുതി അവിടുന്ന് ചെപ്പിൽ സൂക്ഷിക്കേണ്ട മണിരത്നമാണെന്ന് ഞങ്ങൾക്കറിയാം. സായീശ്വര, അവിടുന്ന് അനുവദിച്ചാൽ അനുഗ്രഹിച്ചാൽ ഈ കൃതി വിജയകരമായി അദ്ദേഹം എഴുതും. എന്റെ അന്തർഗതം പ്രാർത്ഥന ഹൃദയേശ്വരനായ സായിനാഥൻ അറിഞ്ഞു. അവിടുന്ന് കൃപാപൂർവം അരുളി.
അവന്റെ ആഗ്രഹം സഫലമാകട്ടെ. ഞാൻ ഉടൻ ആ തൃപ്പാദങ്ങളിൽ ശിരസ്സർപ്പിച്ചു. കരുണാമായൻ തുകക്കെ എന്റെ ശിരസിൽ വെച്ചു. അതിനുശേഷം ഉതി നൽകി. പിന്നീട് പ്രക്ഷുബ്ധമായ എന്റെ മനസ്സിന് ശാന്തികേകാനായി അവിടുന്ന് അരുളി, അനുഭവങ്ങളും കഥകളും ശേഖരിക്കൂ. അതിന്റെ കുറിപ്പും തയ്യാറാക്കുക. ഞാൻ നിന്നെ സഹായിച്ചുകൊള്ളാം. ഭക്തൻ വെറുമൊരു ബാഹ്യോപകരണം മാത്രം. ഞാൻ ഭക്തനിൽ കൂടി എന്റെ ചരിതമെഴുതും. അങ്ങനെ അയാളുടെ ആഗ്രഹം സാധിച്ചുകൊടുക്കും. പക്ഷെ അതിനായി അയാൾ സ്വന്തം അഹങ്കാരം എന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. ആർക്കാണോ അതിന് കഴിയുന്നത് അയാളെ ഞാൻ സമ്പൂർണ്ണം സഹായിക്കും. അവനുവേണ്ടി ഞാൻ എല്ലാവിധത്തിലും പ്രയത്നിക്കും. അഹങ്കാരവും അഹന്തയും ലേശം പോലുമില്ലാതെ വരുമ്പോൾ ഞാൻ സ്വയം അയാളിൽ കുടികൊണ്ട് എന്റെ കൈകളാൽ തന്നെ ഗ്രന്ഥമെഴുതുന്നതാണ്. സായി ശീരൻ തുടർന്നു, നീ എവിടെയായാലും എന്നെ സ്മരിക്കൂ. വീണ്ടും വീണ്ടും സ്മരിക്കൂ. അതോടെ നിന്നുള്ളിൽ പ്രശാന്തി ഉറവയെടുക്കും. എന്റെ കഥകൾ പറഞ്ഞാൽ കേട്ടാൽ അവ ധ്യാനിച്ചാൽ മനം പ്രേമഭക്തിയാൽ നിറയും. അജ്ഞാനം നശിക്കും. അവൻ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഇതിലേറെ എന്തു വേണം? ഡബിൾ കോട്ട് സ്വരചിഹ്നം ഓ. ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കരുത്. ആരുടെയും അഭിപ്രായത്തെ എതിർക്കുകയുമരുത്. സ്വന്തം ആശയത്തിൽ ദുശ്ശാഠ്യരുത്. അതിനാൽ ഇതിനെക്കുറിച്ചൊരു തർക്കമരുത്. തർക്കമരുത് എന്ന് കേട്ട് ഞാൻ വല്ലാതായി. സായി ശീരൻ തർക്കമരുത് എന്നരുളിയതിനു പിന്നിൽ ഒരു സംഭവമുണ്ട്. പ്രിയ വായനക്കാരെ, അക്കാര്യം കേട്ടാലും. അതുവഴിയാണ് എനിക്ക് ഹേമത് പാന്ത് എന്ന പേരും ലഭിച്ചത്. ഇങ്ങനെയായിരുന്നു ആ സംഭവം. എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് കാക്കാസാഹിബ് ദീക്ഷിതും നാനാസാഹിബ് ചന്ദോർക്കറും. കാക്കാസാഹിബ് ഷിർദിയിൽ പോകാനായി എന്നെ പലപ്പോഴും നിർബന്ധിച്ചു. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും പോകാനായില്ല. അക്കാലത്താണ് എന്റെ ഉറ്റ സുഹൃത്തിന്റെ മകൻ പനി പിടിച്ചത്. രോഗം ഗുരുതരമായി. ലഭിക്കാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു. പൂജാദികൾ നടത്തിനോക്കി. ഫലമുണ്ടായില്ല. ഒടുവിൽ അവരുടെ ഗുരുവിനെ വരുത്തി രോഗിക്ക് സമീപം ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ അതിനൊന്നും കുട്ടിയെ രക്ഷിക്കാനായില്ല. ഈ വാർത്ത എന്നെ വല്ലാതെ ഉലച്ചു. ഒരേയൊരു പുത്രൻ. അവനെ രക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു ഗുരു ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ഇക്കാരണത്താൽ ഷിർദിയിൽ പോകാനും ഗുരുവിനെ തേടോ ശൂന്യമായ എന്റെ ആവേശം തണുത്തു. എത്ര വലിയ ഗുരുവിനെ കിട്ടിയാലും വിധിയെ മറികടക്കാനാവില്ലെന്നും തോന്നി. അങ്ങനെ ഷിർദിയിലേക്കുള്ള യാത്ര നിന്നു. പക്ഷേ ഈശ്വരഹിതം പ്രവർത്തിക്കുന്നത് നമുക്കറിയാത്ത വഴികളിലൂടെയാണ്. ഒരുവന്റെ ധർമാധർമ്മങ്ങളാണ് അവന്റെ കർമ്മഗതിയെ നയിക്കുക. എന്റെ പൂർവ്വപുണ്യവും എന്നെ ഷിർദിയിലേക്ക് കൊണ്ടുപോയി. പ്രരന്ത് അധികാരിയായിരുന്ന നാനാസാഹേബ് ചന്ദോർക്കർ ബസിൻലേഷ് ടൂർ പോകുന്ന സമയം അദ്ദേഹം യാത്രയ്ക്കിടയിൽ ദാദരി ടോൾ ബ്രാഞ്ചിലേക്കുള്ള വണ്ടി വന്നു. അദ്ദേഹം അതിൽ കയറി ബ്രാഞ്ചിലിറങ്ങി എന്നെ വിളിച്ചു. നിങ്ങൾ ഇനിയെന്നാണ് സായീശ്വരനെ ദർശിക്കാൻ പോകുന്നത്? ഈ ആലസ്യം മഹാകഷ്ടം തന്നെ. ദൃഢനിശ്ചയമില്ലാത്തതാണ് ഇതിനു കാരണം. അദ്ദേഹം ശാസനാരൂപത്തിൽ ഉപദേശിച്ചു. എനിക്ക് ലജ്ജ തോന്നി. എന്നാലിനി യാത്ര വൈകിക്കരുതെന്നും കരുതി. അങ്ങനെ ഞാൻ യാത്ര പുറപ്പെട്ടു. ദാദറിൽ തീവണ്ടി നിർത്തുമെന്ന ധാരണയിൽ ഞാൻ ടിക്കറ്റെടുത്തു. വണ്ടിയിൽ കയറി. അപ്പോഴാണ് ഒരു മുഹമ്മദിയൻ ഓട്ടി വന്നത്. എന്റെ കമ്പാർട്ട്മെന്റിലെത്തി. യാത്രയെക്കുറിച്ച് തിരക്കി. ഞാൻ വിവരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അറിയിച്ചു, ദാദറിൽ വണ്ടി നിർത്തുകയില്ല, അതുകൊണ്ട് വിക്ടോറിയ ടെർമിനസിൽ ചെല്ലുമ്പോൾ ഇറങ്ങുക. ഈ മുന്നറിയിപ്പ് മഹാഭാഗ്യമായി, അല്ലെങ്കിൽ എനിക്കെന്ത് സംഭവമായിരുന്നോ എന്നറിയില്ല. കാരണം ചഞ്ചലമായ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ ആഞ്ഞടിക്കും. ഷിർദിയിലെത്താനുണ്ടായ തടസ്സങ്ങളും. പക്ഷേ സുഹൃതം എനിക്കു കൂല്യമായിരുന്നു. അങ്ങനെ ഞാനെത്തി. പിറ്റേ ദിവസം രാവിലെ 9-നും 10-നുമിടയിൽ ഷിർദിയിലെത്തു. എന്നെ കാത്ത് ബാബാസാഹേബ് ദീക്ഷിത് നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഭക്തമാർക്ക് താമസിക്കാനുള്ള സൗകര്യം സത്തയുടെ വാട മാത്രം. 1910 ബാബാ ദർശനത്തിനുള്ള തിടുക്കത്തിലായിരുന്നു ഞാൻ. അപ്പോഴായ മാസ്ജിദിൽ നിന്നും വന്ന ബാബയുടെ പരമഭക്തരിൽ ഒരാളായ താത്യാസാഹേബ് ചന്ദോർക്കർ എന്നോട് പറഞ്ഞു, വരൂ, വേഗം വാ, ഉടൻ പോയി ദർശനം നടത്തൂ. ബാബ ഇപ്പോൾ സുത്രത്തിന്റെ മൂലയിൽ നിൽക്കുന്നുണ്ട്. വേഗം പോയി ദർശനം നടത്തുക. പിന്നീട് സൗകര്യമായി കുളിയൊക്കെ കഴിഞ്ഞ് കാണാം. ഞാൻ ബാബ എഴുന്നള്ളിയ ദിക്കിലേക്ക് പാഞ്ഞു. ആ പുണ്യരൂപ കണ്ടു, നമസ്കരിച്ചു. ഉള്ളിൽ ആനന്ദത്തിരമാലകൾ അലയടിച്ചുമുയർന്നു. ഉള്ളിൽ ആനന്ദക്കടപോള. എന്റെ മിഴികൾ ആ ദർശനത്തോട് ധന്യമായി. ഇനി ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. വിശപ്പും ദാഹവും അകന്നു. സമസ്ത ആഗ്രഹങ്ങളും കെട്ടടങ്ങിയ പോലെ തൃപ്പാദസ്പർശം എന്നെ മാറ്റിമറിച്ചു. ഒരു പുതിയ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. ഈ മഹത്തായ ദർശനത്തിന് എന്നെ പ്രേരിപ്പിച്ച തിടുക്കം കൂട്ടിയ ഓരോരുത്തരോടും ഞാൻ അത്യന്തം കടപ്പെട്ടിരിക്കുന്നു. അവരാണ് എന്റെ യഥാർത്ഥ ബന്ധുക്കൾ. അവരോടുള്ള കടപ്പാട് ഒരിക്കലും എനിക്ക് തീർക്കാനാവില്ല.
തൊഴുക്കയോടെ അവരെ ഓരോരുത്തരെയും ഞാൻ സ്മരിക്കുന്നു, നമിക്കുന്നു. സായി ദർശനം അനുപമം, അവാച്യം. സകല സംശയങ്ങളും ആ ദർശനത്തിൽ ദഹിച്ചുപോയി. പൂർവജന്മാർജിതമായ പാപങ്ങൾ നശിച്ചു. യഥാർത്ഥ വിരക്തി ഉറവയെടുത്തു. മഹായോഗേശ്വരനായ സായിയുടെ ദർശനം പൂർവജന്യപുണ്യങ്ങളാൽ കൈവന്നതാണ്. സായി ദർശനത്തോടെ പ്രപഞ്ചം സായിമയമായിട്ടുള്ളതാണെന്ന് ഒരുവന് വ്യക്തമാകും. സായി ദർശനം എന്നെ വളരെയേറെ പരിശുദ്ധനാക്കി. ഞാൻ ഷിർദിയിൽ ചെന്ന ദിവസം ഒരു തർക്കമുണ്ടായി ബാലാസാഹേബ് ഭാട്ടയുമായി. തർക്കവിഷയം: ഗുരു ആവശ്യമാണോ? എന്റെ വാദഗതി ഇങ്ങനെയായിരുന്നു: എന്തിനു നാം ഒരാൾക്ക് ഗുരുവിന് കീഴ്പ്പെടുന്നു? സ്വന്തം സ്വാതന്ത്ര്യം കളയുന്നു. ഈ ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സ്വയം പരിശ്രമിക്കുക തന്നെ വേണം. അലസനായി കാലം പോക്കുന്ന ഒരുവനെ ഗുരുവിനെങ്ങനെ സഹായിക്കാനാകും? മറുപക്ഷത്തിന്റെ വാദഗതി ഇങ്ങനെയായി: എത്രമാത്രം ശ്രമിച്ചാലും പ്രയത്നിച്ചാലും എത്ര പണ്ഡിതനായാലും ഗുരുകൃപയില്ലാതെ ഒന്നും ഫലവത്താകില്ല. തർക്കം നീണ്ടു. 1 മണിക്കൂറിലേറെ വാഗ്വാദം കൊടുമ്പിരിക്കൊണ്ടു. ഒരു തീരുമാനവുമായില്ല. എല്ലാ തർക്കങ്ങളിലും സംഭവിക്കുന്നതുപോലെ എന്റെ മനഃശാന്തിയും പോയി. അഹങ്കാരമുള്ളതിനാലാണ് ഈ മാതിരി വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ മസ്ജിദിലേക്ക് പോയി. സായിബാബ കാക്ക സാഹിബിനോട് ചോദിച്ചു, എന്തായിരുന്നു സദേവാദയിലുണ്ടായ തർക്കം? അതിനുശേഷം എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് സായി തിരക്കി, ഈ ഹേമത് പന്ത് എന്തു പറയുന്നു? ബാബാ വചനങ്ങൾ കേട്ട് ഞാൻ ധരിച്ചുപോയി. ഞങ്ങൾ തമ്മിലുണ്ടായ തർക്കം സായി എങ്ങനെ അറിഞ്ഞു? വാദയും മസ്ജിദും തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. ഹൃദയവാസിയല്ലെങ്കിൽ അവിടത്തേക്കെങ്ങനെ ഏറെ ദൂരെ നടന്ന ഇക്കാര്യം അറിയാനാകും? അവിടുത്തേതു തുളച്ചുകയറുന്ന വാക്കുകൾ കേട്ട് ഞാൻ വല്ലാതായി. എന്താണ് ബാബ എന്നെ ഹേമത് പന്ത് എന്ന് വിളിക്കാൻ കാരണം? ദേവഗിരിയിലെ യാദവ വംശരാജാക്കന്മാരായിരുന്ന മഹാദേവനും രാമരാജനും പണ്ഡിതശ്രേഷ്ഠനായ ഹേമാദ്രി ഇരുവരുടെയും മന്ത്രിയും. ഹേമാദ്രി പാന്ത് എന്ന പദം മറാത്തിയിൽ ഹേമത് പാന്ത് എന്നായി. ചതുർവർഗ ചിന്താമണി, രാജ്പ്രശസ്തി എന്നീ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും അദ്ദേഹം നിപുണനും ഉന്നതനുമായിരുന്നു. ഞാനാകട്ടെ അജ്ഞൻ, മൂഢൻ. എന്റെ സായീശ്വരൻ ഞാൻ അർഹിക്കാത്ത ഈ നാമം എനിക്കു നൽകിയത്. ഹേമത് പാന്ത് കുശാഗ്രബുദ്ധിയായ രാഷ്ട്രമീമാംസകൻ, ഞാൻ മന്ദബുദ്ധി. അദ്ദേഹം സംസ്കൃത കാവ്യരചനയിൽ കേൾവി കേട്ടവൻ. എനിക്കോ ഒരു വരി കവിത പോലും വഴങ്ങിയില്ല. ഒടുവിൽ എനിക്ക് ബോധ്യമായി, ഈ പേര് സായീശ്വരൻ നൽകിയത് എന്റെ അഹങ്കാരത്തെ തകർക്കുന്നതിനായിട്ടാണ്. ഞാനെപ്പോഴും വിനയശീലനും എളിയവനുമായിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. വിവാദശീലവും നല്ലതല്ല. പൂർണ്ണവിശ്വാസവും ക്ഷമയും ധൈര്യവുമില്ലെങ്കിൽ ആധ്യാത്മികോന്നതി അസാധ്യം. എന്തായാലും ഏതായാലും സായീശ്വരൻ കൽപ്പിച്ചുള്ളിയ നാമം ഞാൻ എനിക്കൊരലങ്കാരമായി എളിമയോടെ സ്വീകരിക്കുന്നു. സായിയാണ് നമുക്കെല്ലാം. നമ്മുടെ ആനന്ദകാരണവും ആനന്ദവും സമസ്ത ദുഃഖങ്ങളുടെ പരിഹാരവും സകല ഐശ്വര്യങ്ങളും സായീശ്വരൻ മാത്രം. നമ്മുടെ പരമമായ ആശ്രയവും ആ തുപ്പാദം തന്നെ. നമ്മുടെ കാതുകൾ സായിചരിതം മാത്രം കേൾക്കട്ടെ. ആ കഥാശ്രവണം കൊണ്ടു മാത്രം സംസാരഭയം അകലട്ടെ. കലിയുഗസ്വാധീനത്താൽ മലിനമാക്കപ്പെട്ട മനം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടട്ടെ. സമസ്തലോകത്തിനും മംഗളം ഭവിക്കട്ടെ. 2-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.